ഹായ് വിവേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടെക്നിക്കുമായിട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് എന്താണ് ഡിസർവ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിന് യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ശരീരത്തിന് എന്ത് വേണം അതെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സൺ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പേഴ്സൺ എന്ത് വേണം, ഇപ്പോൾ എൻ്റെ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ കാര്യങ്ങൾ 24 അവേഴ്സും നമ്മൾ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം, അങ്ങനെ നമ്മൾ ഒന്നും ചിന്തിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നു. എന്നാൽ അവർക്ക് നമ്മൾ 100% അവർക്ക് കൊടുക്കട്ടെ, സ്നേഹവും കരുതലും എല്ലാം. പക്ഷെ അവർ തിരിച്ച് നമുക്ക് ആ 100% തരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ കെയർ ചെയ്യാത്തവർ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് സെൽഫ് ലവ് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിപ്പോൾ 24 അവേഴ്സ് ടാരോ റീഡിംഗ് കാണുന്നുണ്ട്, എനിക്കറിയാം. ഞാനിട്ടില്ലെങ്കിലും മറ്റൊരാളുടെ റീഡിംഗ് നിങ്ങൾ കാണുന്നുണ്ട്. അതായത് എൻ്റെ പേഴ്സൺ ഇപ്പോൾ ഏതവസ്ഥയിലാണ്, അവരുടെ കറണ്ട് ഫീലിംഗ്, നെക്സ്റ്റ് ആക്ഷൻ, അവരുടെ ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് എന്തായിരിക്കും അവരുടെ അവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ നിമിഷം പോലും എൻ്റെ ഒരു റീഡിംഗ് നിങ്ങൾ ആ ഒരു റീഡിംഗ് ആയിരിക്കും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതത് ടാരോ റീഡിംഗ് അല്ല. നമ്മൾ എങ്ങനെ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ബോഡി, എൻ്റെ ബോഡി ഡിസർവ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. ഞാൻ ആ ഒരു കാര്യത്തിന് യോഗ്യനാണ്, അല്ലെങ്കിൽ യോഗ്യതയുള്ള ആളാണ് ഞാൻ എന്ന് നമ്മളുടെ മൈൻഡിനെ നമ്മൾ സെറ്റാക്കി വയ്ക്കുക, പറഞ്ഞ് സെറ്റാക്കി വയ്ക്കുക. ഇത് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക. മാക്സിമം രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മളുടെ ബോഡി റിലാക്സ് ആയിട്ടിരിക്കണം. പിന്നെ കിടക്കുന്ന അവസ്ഥ, ഇരിക്കുന്നെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട്, ഒടിഞ്ഞു തൂങ്ങിയിരിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മളിത് ചെയ്യുവാൻ. അപ്പോൾ ഞാൻ ആ ടെക്നിക്ക് എന്താണെന്ന് പറയാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കി വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു സൈഡാക്കി വയ്ക്കുക. ഇത് മെയിനായിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റുവാൻ വേണ്ടി നല്ലൊരു ടെക്നിക്കാണ്. അതായത് പല ആൾക്കാരും നെഗറ്റീവ് തോട്ട്സ് കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവർ എത്ര ശ്രമിച്ചിട്ട് അവരെ കൊണ്ട് നെഗറ്റീവ് തോട്ട്സ് മാറ്റുവാൻ സാധിക്കുന്നില്ല. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് മാനിഫെസ്റ്റേഷൻ ആവും. പിന്നെ അവരുടെ ലൈഫിൽ അവർ എന്താണോ ചിന്തിച്ചത് അതായിരിക്കും കാണുന്നത്. അതുകൊണ്ട് പല ആൾക്കാരും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ടെക്നിക്കാണിത്. ഇത് നിങ്ങൾ 21 ഡേയ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മാജിക്കൽ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ചുറ്റുപാടും, പ്രസൻറ്റിൽ നിങ്ങളുടെ ചുറ്റുപാടും ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന്. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ പോലും ദിസ് ഈസ് നോട്ട് ട്രൂ, അതൊരിക്കലും സത്യമല്ല എന്ന് മാത്രം നിങ്ങൾ പറയുക. എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിനെ കൊണ്ടുവരിക. റിലാക്സ് ആയിട്ടിരിക്കുക, നിങ്ങൾ റിലാക്സ് ആയിട്ട് കിടക്കുക. എന്നിട്ട് നിങ്ങൾ ശ്വാസം അകത്തോട്ടെടുക്കുക. അകത്തോട്ടെടുത്തിട്ട് 8 സെക്കൻഡ്, അതായത് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 8 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ നിങ്ങൾ 5 തൊട്ട് 10 പ്രാവശ്യം ഈ ഒരു ബ്രീത്തിങ് മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീലാകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഫീലാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷന് വേണ്ടി റെഡിയായിട്ടുണ്ട് എന്ന്. അതായത് നിങ്ങളുടെ ബോഡി റെഡിയായിട്ടുണ്ട് ഈ ഒരു മെഡിറ്റേഷന് വേണ്ടി. ഇനി നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫോക്കസും കൊടുക്കേണ്ടത് നിങ്ങളുടെ കാലിലെ വലിയ വിരൽ, അതായത് നിങ്ങളുടെ റൈറ്റ് ലെഗിലെ
ആ ഒരു വലിയ വിരൽ അറിയാമല്ലോ, ഫസ്റ്റത്തെ വിരൽ, ആ വിരലിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, ജോബിൻ്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ പറയാം: താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ ഇന്ന രീതിയിൽ ഒരു ജോലി കിട്ടിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഫർമേഷൻസ് 1, 2, 3 പ്രാവശ്യം പറയേണ്ടതാണ്. ഇനി നിങ്ങൾ അടുത്ത വിരലിലേക്ക് ഫോക്കസ് ചെയ്യുക. അടുത്ത വിരലിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അഫർമേഷൻസ് നിങ്ങൾ പറയുക. അങ്ങനെ ഒരു കാലിൽ ഓരോ വിരലിലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അടുത്ത കാലിലേക്ക് ഫോക്കസ് ചെയ്ത് ആ വിരലിൽ എല്ലാം നിങ്ങളുടെ അഫർമേഷൻസ് പറയുക. എന്നിട്ട് നിങ്ങളുടെ കാലുകളുടെ ആ മുകളിലത്തെ ആങ്കിള്, പിന്നെ നിങ്ങളുടെ കാല്, നിങ്ങളുടെ മുട്ട്, അങ്ങനെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ, ഓരോ ചെറിയ ഭാഗത്തിനോടും നിങ്ങൾ നിങ്ങളുടെ അഫർമേഷൻസ് പറയുക. നിങ്ങളുടെ ബോഡിയോട് നിങ്ങൾ പറയുക: എനിക്ക് ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് സാധിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റൊമക്ക്, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ഐബ്രോ, നിങ്ങളുടെ നെറ്റി, നിങ്ങളുടെ തലമുടി, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനോടും നമ്മളുടെ വിഷ് എന്താണോ അത് നിങ്ങൾ ഈ ഒരു 3 പ്രാവശ്യം അഫർമേഷൻസിൻ്റെ രീതിയിൽ പറയുക. അങ്ങനെ നിങ്ങൾ ഓരോ ശരീരഭാഗത്തിലും ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അഫർമേഷൻസ് പറഞ്ഞ് നിങ്ങളുടെ ക്രൗൺ ചക്ര, അതായത് നിങ്ങളുടെ തലയുടെ മുകളിലായിട്ട് എത്തും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഫർമേഷൻസ് ഫോക്കസ് ചെയ്ത് അവിടെയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ശരിയോ തെറ്റോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു കാലിൽ നിന്ന് തല വരെ ഉള്ള ആ ഒരു ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അഫർമേഷൻസ് എന്താണോ അത് 3 പ്രാവശ്യം വെച്ച് പറയുക. നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത് എങ്കിൽ അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ആ ഒരു വിഷ് നേടിത്തരുവാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനോട് തന്നെ നമ്മുടെ വിഷ് എന്താണോ അത് നമ്മൾ പറയുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് സെറ്റാകും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീം കാണും. പിറ്റേ ദിവസം നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. കാരണം രാത്രി നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അതിൻ്റെ ആ ഒരു ബലം പിറ്റേ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ 21 ദിവസം ചെയ്യുക. ചില ആൾക്കാർക്ക് 24 മണിക്കൂറിൽ തന്നെ സാധിച്ചിട്ടുണ്ട്, ചില ആൾക്കാർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഇത് വിശ്വസിച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അല്ല, ഇതൊക്കെ കള്ളമാണ്, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ വീഡിയോ പകുതി കണ്ടിട്ട് നിർത്താം. അല്ല, ഇതിലൊക്കെ സത്യമുണ്ട്, ഇതൊന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കാം, എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ വിഷ് നടത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് വിശ്വാസമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു ടെക്നിക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെക്നിക്ക് പരീക്ഷിക്കുമ്പോൾ ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടുവരുന്നതാണ്. നിങ്ങൾ എന്ത് വിഷാണോ പറഞ്ഞത് ആ ഒരു വിഷിലേക്ക് എത്താൻ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടെക്നിക്ക്. നമ്മുടെ ശരീരത്തിനോട് സംസാരിച്ച് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പരീക്ഷിച്ച് നിങ്ങൾക്ക് സക്സസ് ആയാൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ ആ ഒരു സക്സസ് സ്റ്റോറി എഴുതണം. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.